ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ഉണർന്നിടാം വേഗം എഴുന്നേറ്റിടാം ക്രിസ്തു നമ്മിലെന്നും പ്രകാശിക്കുവാൻ. ഉണർന്നിടാം വേഗം എഴുന്നേറ്റിടാം ക്രിസ്തു നമ്മിലെന്നും പ്രകാശിക്കുവാൻ. ഉണർന്നിരിപ്പിൻ ശക്തിപ്പെടുവിൻ ഉന്നതൻ ശക്തിയാൽ ജീവിക്കാം. ഉണർന്നിരിപ്പിൻ ശക്തിപ്പെടുവിൻ ഉന്നതൻ ശക്തിയാൽ ജീവിക്കാം. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം.
ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്പനേരം കർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരിപ്പാൻ തന്ന ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും സന്തോഷവും തരുന്നതാണ്. അവനെ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ മാധ്യമമാണ് ദൈവവചനം. ആ ദൈവവചനം ആത്മാവിൽ ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിൽ അതിൽ മാറ്റം വരുത്തും. അവർക്ക് പല കാര്യത്തെക്കുറിച്ചും പാപബോധവും കുറ്റബോധവും വരും. ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ലല്ലോ എന്നുള്ള ബോധം വരും. ഒരു ശരിയായ തീരുമാനമെടുത്ത് ദൈവത്തെങ്കിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുക്രിസ്തു പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവ് വരുമ്പോൾ എന്താണ്, ആ സാഹചര്യം എന്താണ്, അവിടെയുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ദിവസം എന്ന് പറയുന്നത് കർത്താവ് രണ്ടാമത് വരുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ കെണിയായിത്തീരും. കാരണം അവർ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത്. അല്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അവരെ നോക്കി പാർത്തിരിക്കുന്നവരല്ല. ഈ ലോകത്തിലെ പല കാര്യത്തിനകത്തും ശ്രദ്ധ ചെലുത്തി പോകുമ്പോൾ അവർക്കത് കെണിയായിത്തീരും. ഏത്? അവരുടെ ലോകകാര്യങ്ങൾ, ലോക ചിന്തകൾ അവർക്ക് കെണിയായിത്തീരും. കാരണം കർത്താവ് വരുമ്പോൾ പറക്കേണ്ടവരായിട്ടുള്ള ആൾക്കാർ പറക്കാൻ വേണ്ട ഒരുക്കങ്ങളൊന്നും നടത്താതെ ഈ ലോകത്തിലെ കാര്യത്തിൽ വ്യാപൃതരായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. നമ്മൾ ഒരുങ്ങിയിരിക്കാതെ വരുമ്പോൾ നമുക്കത് കെണിയായിത്തീരും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം. പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ചെയ്യുന്ന ജോലിയല്ല, പ്രവൃത്തിയല്ല, ഒന്നുമല്ല. എന്ത് ജോലി ചെയ്യുമ്പോഴും ഹൃദയം ദൈവത്തിങ്കിൽ ഏകാഗ്രമായിരുന്നുകൊണ്ട് ജോലി ചെയ്യാം എന്ന് അധികം പേർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഭൂമിയിൽ നമുക്കൊരു ആയുസ് ദൈവം തന്നിട്ടുണ്ട്. ഈ ആയുസ് തന്നിരിക്കുന്ന സമയത്ത് ലോകത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാം. പക്ഷേ ലോകം നമുക്ക് അത്യാവശ്യമാണ്, ജീവിക്കാൻ അത്യാവശ്യമാണ്. പക്ഷേ അതെനിക്കൊരു കെണിയായി തീരുമെന്നുള്ള ആ ബോധ്യം കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയം ദൈവസനയിൽ ഏകാഗ്രമായിരുന്നു കൊണ്ട് വേണം ലോകത്തിൽ ജീവിക്കുവാൻ. ഇതധികം പേർക്ക് മനസ്സിലാകാത്തൊരു സത്യമാണ്. നാം ലോകത്തിലല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിനകത്തൊക്കെ ഇടപെടേണ്ടേ എന്നൊക്കെ പറയുന്നത് എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഹൃദയം ഏകാഗ്രമായിരുന്നു കൊണ്ട് ഈ ലോകത്തിലെ എന്ത് കാര്യം വേണേലും നമുക്ക് ചെയ്യാം. ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പരിധി വിട്ട്, ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പരിധി വിട്ട് പോകാൻ പാടില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, നമുക്ക് തെറ്റല്ലാത്ത രീതിയിൽ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാവലും കരുതലും നമുക്ക് കിട്ടും. പേടിക്കേണ്ട കാര്യമില്ല, അത് കെണിയല്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. ഹൃദയം എനിക്ക് സംഭവിക്കാൻ പോകുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടേണ്ടവനാണ് എന്നുള്ള കാര്യം മറന്ന് ഈ ലോകകാര്യത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അത് കെണിയായിത്തീരും. ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കണം. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആത്മാവുള്ളവർക്കത് മനസ്സിലാവും. അവർക്കറിയാം ഒരു വലിയ കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നത്, ഒരു വലിയ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ലോകകാര്യങ്ങൾ ദൈനജീവിതമല്ലേ, നമ്മൾ കുടുംബമായിട്ട് കഴിയുന്നവരല്ലേ, ജോലി ചെയ്യണം, തീർച്ചയായിട്ടും വേണം. ആകുലങ്ങളും ഭാരങ്ങളും ഒക്കെ വരാം, ടെൻഷൻ വരാം, പ്രതികൂലങ്ങൾ വരാം. എല്ലാം വന്നാലും ശരി നമ്മുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ വേണം ഈ ഭൂമിയിലെ കാര്യത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്. ഇവിടെ പറയും നമ്മുടെ ഹൃദയം അതിഭക്ഷണം. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അനേകരെ കാണാറുണ്ട്. ഭക്ഷണമെന്ന് പറയുമ്പോൾ അവർക്ക് ദൈവമാണ്. ഫിലിപ്പർക്ക് ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദൈവം വയറ്. ദൈവം വയറെന്ന് പറയാൻ എന്തായി പറയണത്? തീറ്റ തീറ്റ തീറ്റ. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകപരമായി തന്നെ നമുക്കറിയാം, ആഹാരത്തോട് നമുക്ക് കമ്പം കൂടിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ ആഹാരം തന്നെ നമുക്ക് രോഗമായിട്ട് മാറും.
നമ്മുടെ ശരീരം ട്രെയിൻഡ് ആയിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാനുള്ള ആരോഗ്യം നിലനിർത്തുക തന്നെ വേണം. അതേ സമയത്ത് പെട്ടെന്ന് രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ പെട്ടെന്ന് മാറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലും നമ്മുടെ ആത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നമുക്കൊരു ദീർഘായുസ് വേണം. ഞാനത് പറയുന്നതിൻ്റെ കാരണം, ഒരു ദീർഘായുസ് ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തിൻ്റെ അടിമനുഭവത്തിലാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അത് ഈ ഭക്ഷണമെന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാ നമുക്ക് തന്നെ അറിയാം. അതിലേക്കൊരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല. നമുക്കറിയാം, അബ്രഹാമിൻ്റെ മകനായ ഇസാക്ക് അവസാന കാലഘട്ടത്ത് ഏശാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിന്റെ വേട്ടയിറച്ചി തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. അത്രയും പ്രായം വയോവൃദ്ധനായിട്ടും മരണക്കടക്കിലേക്ക് നീങ്ങുന്ന മനുഷ്യനായിട്ടും അറ്റാച്ച്മെൻറ്റ് ഭക്ഷണത്തോടാണ്. സങ്കടമാണ് പ്രിയരെ. ആ കാര്യം വായിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല. എന്നെ നോക്കി ദൈവം ദുഃഖിക്കാൻ പാടില്ല. ഈ ഒരു വിഷയത്തിൽ ശത്രു എന്നിൽ കയറാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഓരോ വാക്യത്തിനകത്തും അന്തർലീനമായിരിക്കുന്ന എനിക്കുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യ ഭക്ഷണം, മദ്യപാനം. നമ്മളൊന്നും മദ്യപാനം ചെയ്യുന്നവരല്ല, ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. മൂന്നാമത്തെ കാര്യം, ഉപജീവന ചിന്തകൾ. അതൊരു വലിയ പ്രശ്നം. എത്ര പറഞ്ഞാലും ആർക്കത് മനസ്സിലാകും. ഉപജീവനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പക്ഷേ അതുമൂലം ഭാരം വരാൻ പാടില്ല. ഇവിടെ പറഞ്ഞെനിക്ക് ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ഭാരം വരുന്നു. ഭാരം പാപമാണോ? ഒറ്റ മനുഷ്യൻ പോലും ഭാരം പാപമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും ന്യായങ്ങൾ പറയാനുണ്ട്. ഭാരം വരുമ്പോൾ അവിശ്വാസമാണ് വരുന്നത്. നമ്മൾ ജാതികളുടെ നിലവാരത്തിലേക്ക് താണു പോവുകയാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം ഇല്ലായ്മയാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ എന്നേക്കുമായി ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് മാറിപ്പോവുകയാണ്. ദൈവം ഈ കാര്യം ചെയ്തു തരാൻ ശക്തനല്ലെന്നുള്ള അവിശ്വാസമാണ് അവിടെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിശ്വാസം വരുമ്പോൾ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് രണ്ടാമത്തെ വരവ് കെണിയാം. എത്ര പറഞ്ഞാലും ആർക്കിതും മനസ്സിലാവില്ല. പക്ഷേ ആത്മാവുള്ള ദൈവത്തിന് മനസ്സിലാകും. അവൻ ഭക്ഷണം വളരെ സൂക്ഷിക്കും, ഉപജീവന ചിന്തകൾ ഭാരപ്പെടാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജീവിക്കും. ഒന്നും അവനെ തൊടുകയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അനേകർക്ക് അതൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അനേകർ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരും, ഒരുങ്ങാത്ത സമയത്ത് കർത്താവിന് വരും, പാപം വിടാത്ത സമയത്ത് കർത്താവ് വരും, ആത്മാവിൽ ഒരുക്കമില്ലാത്ത സമയത്ത് കർത്താവ് വരും. അനേകര് തള്ളപ്പെട്ടു പോകും. രണ്ടാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു ചെറിയ വാക്യമുണ്ട്. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്കത് വേണ്ട രീതിയിലൊന്നും മനസ്സിലായിട്ടില്ല. പല ബുക്കുകളും ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. പക്ഷേ മലയാളം വേദപുസ്തകത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം വരുള്ളൂ. 28, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ മരണം ആസ്വദിക്കാത്തവരെ. മരണം ആസ്വദിക്കുന്ന ഒരു കാര്യമാണോ? പല അർത്ഥങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും മരണം ആസ്വദിക്കാൻ പറ്റുമോ? അതൊരു സത്യ. മരണം ആസ്വദിക്കാൻ പറ്റാത്തൊരു ചെള്ളി നിൽക്കുന്നവരുണ്ടെന്ന് പറയും. കർത്താവ് രണ്ടാമത് വരുമ്പോഴും അങ്ങനെയുള്ള കൂട്ടരുണ്ട്. എന്താ ഈ മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ചിന്തിക്കാതിരിക്കുന്നത്, ആത്മാവ് മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത അനേകര്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ പറക്കേണ്ടവരായിട്ടുള്ളവർ പറക്കാൻ സാധിക്കാതെ, പറക്കാനുള്ള ആത്മാവില്ലാതെ ഇവിടെ തട്ട് കിടക്കുന്നൊരവസ്ഥ. രണ്ടാമത് വരുന്നത് പോലും അവരറിയത്തില്ല. അവരാത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. ആത്മാവിൽ മരിച്ചു കിടക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുങ്ങാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ വരവ് അവർ അറിയത്തുപോലുമില്ല. അനേകർ ഇവിടുന്ന് എടുക്കപ്പെടും, അവരിവിടെ കിടക്കും, അവർ പഴയ പോലെ തന്നെ ജീവിക്കുകയും ചെയ്യും. അപ്പം ആത്മാവ് മരിച്ചിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അനേകരങ്ങനെയാണ്. ആത്മാവുണ്ടോ ആർക്കറിയാം? അമ്മ മരിച്ചിരിക്കുകയാണോ ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ദൈവരാജ്യത്തിലേക്കാണെന്ന് അങ്ങ് ഊഹിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവരങ്ങ് ഊഹിക്കുന്നത്. എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. വലിയ പ്രകടമായ മദ്യപാനികളോ അല്ല പ്രകടമായ കൊലപാതകം ചെയ്യുന്നവരോ വേണ്ടാതിനോ ചെയ്യുന്നവർ മാത്രമേ അങ്ങനെ പോകാതിരിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം സ്വർഗത്തിൽ പോകുന്ന. എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല.
എല്ലാവരും അങ്ങനെ സ്വർഗത്തിൽ പോവുകയില്ല. അതിന് സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവര്, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവര്, സ്വർഗരാജ്യത്തിന് വേണ്ടി പലതും വിട്ടുപിരിയുന്നവര്, സ്വർഗരാജ്യത്തിന് വേണ്ടി ഗോതമ്പണി നിലത്ത് വീഴുന്ന പോലെ ചാകുന്നവര്, സ്വർഗരാജ്യത്തിന് വില കൊടുക്കുന്നവര്, ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവര്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം നിർബന്ധമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരുടെ ഉള്ളിൽ ആത്മാവ് കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ആ ആത്മാവ് അവരെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ. ഇവിടെ നാം കാണുന്നത് എന്നാ വെച്ചാൽ, ആത്മാവിൽ മരിച്ചിരിക്കുന്നുള്ള ബോധ്യം കിട്ടുന്ന പോലും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ യഥാർത്ഥമായിട്ട് എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതേ മാനസാന്തരത്തേക്ക് നയിക്കുകയുള്ളൂ. ഇത് നമ്മൾ വെറുതെ വചനം കേൾക്കുന്നു, കേട്ടങ്ങ് പോകുന്നു എന്നതിൽ കവിഞ്ഞ് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നില്ല, ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കിട്ടുന്നില്ല, തിരിയുന്നില്ല, ക്രൂശിലേക്ക് നോക്കുന്നില്ല, ഒരു രക്ഷകനെ ആവശ്യമാണെന്നുള്ള ബോധം വരുന്നില്ല. എൻ്റെ പാപം ഭയാനകമാണ്, പാപത്തിനൊരു പരിഹാരം വരുത്തണമെന്നുള്ള നിർബന്ധമില്ല. എനിക്ക് കഴുകൽ പ്രാപിക്കണം, എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യം ചെയ്തു എന്നുള്ള ബോധ്യം അവർക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, പഴയ മനുഷ്യൻ്റെ മരണം മൂലം ലഭിക്കുന്ന ആശ്വാസം. നീ മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞത്, പഴയ മനുഷ്യൻ, ജഡമനുഷ്യൻ ഈ മരിക്കുമ്പോൾ കിട്ടുന്ന ആത്മാവിൻ്റെ ആശ്വാസം, ദൈവത്തിന് സ്തോത്രം, അതൊരു വലിയ കാര്യമാണ്. അത് അത്ര പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുകയില്ല. അത് സ്വയം അനുഭവിക്കേണ്ട ഒരു കാര്യം. എനിക്കറിയാം, മനസ്സാന്തരപ്പെടുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, ബന്ധനങ്ങൾ അഴിയുമ്പോൾ ലഭിക്കുന്ന സുഖം, നമ്മുടെ ഭാരങ്ങളൊന്നുമില്ല, ആകുലങ്ങളൊന്നുമില്ല, ഒരു പാവവും നമ്മളെ തൊടുകയില്ല, പാപപ്രവണത വരുന്നില്ല, നമ്മൾ വേറൊരു ലോകത്തിലേക്കും കെടുക്കപ്പെടുകയാണ്. എഫെസ്യർ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആത്മാവ് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവ് സ്വർഗത്തിലെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്നു. പിശാചിന് നമ്മുടെ മേൽ അവകാശമില്ലാതായിത്തീരുന്നു. എത്ര സുഖകരമായ കാര്യമാണെന്നറിയാമോ? ടെൻഷനില്ലാത്ത ജീവിതം, ഭാരമില്ലാത്ത ജീവിതം, ആകുലമില്ലാത്ത ജീവിതം. ഇന്നലെ വരെ പാപത്തിൽ കിടന്ന മനുഷ്യന് ഇന്ന് പാപം ചെയ്യാൻ തോന്നുന്നില്ല. സന്തോഷമല്ലേ? അങ്ങനെയൊക്കെ അനുഭവമുള്ളവർ ഒത്തിരി പേരുണ്ട് ലോകത്തിൽ. പക്ഷേ നാളുകൾ കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകുന്നു. നാളുകൾ കഴിയുമ്പോൾ ഈ ലഭിച്ച വലിയ വിലപ്പെട്ട നിധി അത് വർദ്ധിപ്പിക്കണമെന്നോ അത് നിലനിർത്തണമെന്നുള്ള ചിന്തയില്ലാതെ വീണ്ടും പിശാചിൻ്റെ സ്വാധീനത്തിലേക്ക് നഷ്ടപ്പെട്ടു. പഴയ മനുഷ്യൻ്റെ മരണം മൂലം ലഭിക്കുന്ന ആശ്വാസം, അതായത് ഈ മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അതൊരു സുന്ദരമായ കാര്യമാണ്. അത് നിലനിർത്തിക്കൊണ്ടുവന്നവരാണ് ഭാഗ്യശാലികൾ, അവർക്കും അവരുടെ കുടുംബത്തിനും. മൂന്നാമത്തെ കാര്യമാണ്, നമ്മുടെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത് സന്തോഷകരമായ ഒരു മരണം. ഞാൻ നാളുകളായി കാത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ, മലകന്മാർ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത്, ആത്മാവെ ഒരുക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് എത്രമാത്രം സന്തോഷകരമാണ്. എല്ലാം മറന്ന് എല്ലാം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുന്ന സമയം ഒരു ആസ്വാദമല്ലേ മരണം. അനേകർ മരണത്തെ ഭയപ്പെടുന്നുണ്ട്, അനേകർ മരണത്തെ പേടിക്കുന്നുണ്ട്. മരണം സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ യാത്രയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ജഡത്തിൻ്റെ ബലഹീനകൾ ഇനി ഒന്നും എന്നെ തൊടുകയില്ല. സാത്താൻ ഇനി എന്നെ ഒന്നും പരീക്ഷിക്കുകയില്ല. അവൻ്റെ തന്ത്രങ്ങളൊന്നും എന്നെ ഏൽക്കുകയില്ല. എൻ്റെ സ്വർഗയാത്രയിലേക്ക് ഞാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദൂതന്മാരുടെ അകമ്പടി സേനയോടുകൂടി എന്നെ കൊണ്ടുപോകുന്ന സുന്ദരമായ ജീവിതം. എത്ര സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. എന്നെ ഇത് മനസ്സിലാകും എനിക്കറിയാൻ പാടില്ല. ആത്മാവ് കടന്നു പോകുമ്പോൾ ബന്ധനങ്ങളൊന്നുമില്ലാതെ, പിശാച് അവകാശം പറയാനൊന്നുമില്ലാതെ ദൂതന്മാർ കൂട്ടിക്കൊണ്ടു പോകുന്ന ഏറ്റവും മനോഹരമായ അവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ ഓരോരുത്തരും? എന്തെല്ലാം ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ലാസറിൻ്റെ കാര്യം ഓർക്കുന്നു. അവനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. സന്തോഷത്തോടെ ദൂതന്മാർ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയുള്ള മരണം നിങ്ങൾക്ക് ലഭിക്കുമോ? അതിനുവേണ്ടിയാണോ ജീവിതം നിങ്ങൾ ക്രമീകരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാക്കിൻ ലക്ഷ്യം അതാണോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. മരണം ആസ്വദിക്കാത്തവർ, കർത്താവ് പറഞ്ഞു, മരണം ആസ്വദിക്കാത്തവർ ഈ ഭൂമിയിൽ അന്നും കാണും. മൂന്നാമത്തെ കാര്യമാണ് ലൂക്കോസ് 18:8. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവോ? കർത്താവ് രണ്ടാവ് വരുമ്പോൾ കർത്താവ് പറയാണ്, വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യം അന്ന് ഇവിടെ കണ്ടെത്തുമെന്ന്. എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ സാധ്യത വളരെ കുറവാണ്. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവിടെ ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ വിധവയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു.
അന്നത്തെ ന്യായാധിപൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിധവ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ന്യായാധിപൻ മൈൻഡ് ചെയ്തേയില്ല, അവിടെ കാര്യം ഏറ്റെടുത്തില്ല. ആ ന്യായാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തെ ഭയവുമില്ല, മനുഷ്യ ഭയവുമില്ല. പിന്നെ അപ്പം ഈ വിധവയെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അവിടെ ന്യായാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ എന്തു പറ്റും? അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കുമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു. ന്യായാധിപനെ ദൈവത്തെ പേടിയില്ല, മനുഷ്യൻ പേടിയില്ല, അവനിഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം. പക്ഷേ ഈ വിധവയുടെ കാര്യത്തിൽ ആരും താങ്ങും തണലുമില്ലാത്ത ചിറകൊടിഞ്ഞ പക്ഷിയായ വിധവയുടെ കാര്യത്തിനകത്ത് ഈ ന്യായാധിപനെ പ്രേരണ അവിടെ കാര്യം ഏറ്റെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാണ്, ഇവൾ എന്നെ അസഹ്യപ്പെടുത്തുന്നു, അവൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല, ഞാനത് ചെയ്തില്ലെങ്കിൽ അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കും, അതിനും അവൾക്ക് നിവൃത്തിയില്ല, വന്നാൽ എന്ത് ചെയ്യും? അത് ചെയ്താൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അസഹ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ന്യായാധിപൻ്റെ മനസ്സ് മാറിയേണ്ട കാര്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ, അടുത്ത സെന്റൻസ് അങ്ങനെയാണ്, അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. എന്നിട്ട് അവസാനം പറയുന്ന വാക്കാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. ഈ രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, വിശ്വാസത്തോടെ ദൈവസനയിൽ ചെന്ന് കിട്ടുന്നവരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ലോകകാര്യമാകാം, ആത്മാവിൻ്റെ കാര്യമാകാം. ലോകകാര്യം കിട്ടിയാലും ആത്മാവിൻ്റെ കാര്യം ശരിയാകണമെന്നില്ല. ഇന്ന് അനേകർ വരുന്നത് അവരുടെ ലോകകാര്യങ്ങൾ മാറ്റാനാണ്. അതൊരു മുഖാന്തരമായിട്ട് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കാര്യം സാധിപ്പിച്ചെന്ന ഒരു നല്ലവനായ ദൈവമുണ്ടെന്ന് വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കയറാം. ലോകകാര്യം ചെയ്യാനും എത്രമാത്രം താല്പര്യമാണെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ കാര്യം എത്രയധികം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട് മുട്ടിപ്പായിട്ട് കിട്ടുന്നവരെയും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാനെ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാനെ കിട്ടാതെ നടക്കുന്നവരല്ലേ ബഹുഭൂരിപക്ഷം ജനങ്ങളും. പരിശുദ്ധാത്മാവ് ആരാണെന്നോ, പരിശുദ്ധാത്മാവ് എന്തിനാണെന്നോ, പരിശുദ്ധാത്മാവ് നല്ല ഗുണം എന്താണോ ഒന്നും തിരിച്ചറിയാതെ ഈ ലോകത്തിലേക്ക് പോകുന്ന കോടാനുകോടി ജനങ്ങളുടെ നടുവിലാണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒഴുക്കിനെതിരെ നീന്താനുള്ള സന്നദ്ധത. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, മുട്ടിപ്പായി. എന്താ ഈ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാര്യം? മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കും, ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വരും. പല കാര്യങ്ങളില്ല അവിടെ, ഒറ്റ കാര്യം. ദാവീദ് തന്നെ പറഞ്ഞുകൊണ്ട്, യഹോവയോട് ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ സനയിൽ പാർക്കേണ്ടതും തന്നെ. ഒറ്റ ലക്ഷ്യം. ദൈവസനയിൽ ചെല്ലുമ്പോൾ 100 കൂട്ടം കാര്യമായിട്ട് ചെല്ലല്ലേ, ഒറ്റ ലക്ഷ്യം. ബാക്കി കാര്യം മുഴുവൻ ദൈവം ചെയ്തു തരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഒറ്റ കാര്യം പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ബാക്കി കാര്യങ്ങൾ പറയേണ്ടെന്നല്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ പല കാര്യത്തിനകത്ത് ആത്മാവിൻ്റെ കാര്യം ഒരു കാര്യമായിട്ട് അപ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിപ്പോകും. എനിക്കൊരു കാര്യം മതി, എൻ്റെ ബന്ധനം അഴിയണം, എനിക്ക് നീയുമായിട്ട് നിരപ്പാകണം, നിന്നെ എനിക്ക് ആത്മാവിൽ കാണണം, എനിക്ക് ആരാധിക്കണം, എൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നീ എന്നെ കണ്ടല്ലോ കർത്താവേ, സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ ആരുണ്ട്? എൻ്റെ കർത്താവേ, നീ എന്നെ വിളിച്ചില്ലേ, എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ലല്ലോ, നീ എന്നെ വിളിച്ചത് കൊണ്ട് അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിൻ്റെ സനയിൽ കിടക്കാണ്. എൻ്റെ ആത്മാവിൻ്റെ കാര്യം ബന്ധനം അഴിച്ചു തരണം, നീയുമായിട്ട് എനിക്ക് നിരപ്പ് പ്രാപിക്കണം, ആത്മാവിൽ എനിക്കൊരു ബന്ധം വേണം, ആത്മാവിൻ്റെ ആരാധന എനിക്ക് തരണം കർത്താവേ, തരാതെ ഞാൻ വിട്ടുപിരിയില്ല എന്ന് നിർബന്ധമായി പറയുന്ന എത്ര പേരുണ്ട്? 4-ാമത്തെ കാര്യം ചിന്തിക്കാം. അവിടെ ഉപമയായിട്ടാണ് പറഞ്ഞ്, രാജാവ് വലിയ വിരുന്നൊരുക്കി, വിളിച്ചവരെ ഒത്തിരി പേരെ വിളിച്ചു, അവരാരും വന്നില്ല. അപ്പം ദാസന്മാർ ഇന്ന് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അത് പറയുന്നത് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്. ആരും വരാതിരുന്നോട്ടെ, രാജാവ് പറഞ്ഞ കണ്ടവരെയൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. കണ്ടവരെല്ലാം വിളിച്ചു. പക്ഷേ സദ്യയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് എല്ലാവർക്കും സൗജന്യമായ വസ്ത്രം കൊടുക്കും. എല്ലാവർക്കും കൊടുക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട. ദുഷ്ടന്മാരാണ്, നിവൃത്തിയില്ലാത്തവരാണ്,
പാപികളാണ്, ദരിദ്രന്മാരാണ്, അതൊന്നും അവർക്ക് നോക്കിയില്ല. രാജാവിന് നിർബന്ധം കല്യാണ സദ്യ ഇരിക്കുന്നവരെല്ലാം നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. സൗജന്യമായിട്ട് വസ്ത്രം കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഈ സൗജന്യ വസ്ത്രവും ധരിക്കാതെ, അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കാം, അവൻ ചെന്ന് കല്യാണ സദ്യ പോയിരുന്നു. രാജാവ് വന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ മാത്രം കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നു. ചോദിച്ചു, സ്നേഹിത, നീ എങ്ങനെ ഇവിടെ വന്നു? കല്യാണ വസ്ത്രം നീ വാങ്ങിക്കാൻ നീ എങ്ങനെ ഇവിടെ വന്നു? അവൻ വാക്ക് മുട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. രാജാവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് അവനെ തള്ളിക്കളയാനാണ് പറഞ്ഞു. ഇത്ര വലിയ പാവം അവൻ എന്നാ ചെയ്ത്? ഭയാനകമായ പാവമാണ് അവൻ ചെയ്ത്. അവന് യോഗ്യതയൊന്നും ഇല്ല. പക്ഷെ ദൈവം യോഗ്യത കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനത് സ്വീകരിച്ചില്ല. ദൈവം സൗജന്യമായി വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനത് സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ സ്വീകരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ 1 നമ്പർ ശത്രുവാണ്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടത്? കാൽവരി ക്രൂശിലെ രക്ഷ സ്വന്തമാക്കുന്ന എത്ര പേരുണ്ട്? ക്രൂശിൻ ചുവടെന്ന് പറയുന്ന ദൈനംദിന ജീവിതത്തിൻ്റെ വിശ്രാമ സ്ഥലമായി കണ്ടെത്തുന്ന എത്ര പേരുണ്ട്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിൽ മാത്രമാണ് രക്ഷ. അവിടെയാണ് എൻ്റെ മാറ്റം വരുന്നത്. അവിടെയാണ് എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അവിടെയാണ് എൻ്റെ പാപം കഴുകുന്നത്. അവിടെയാണ് എൻ്റെ ബന്ധനം അഴിയുന്നത്. അവിടെയാണ് എനിക്ക് ദൈവത്തോട് സ്നേഹം വരുന്നത്, എനിക്ക് ദൈവത്തോട് ബന്ധം കിട്ടുന്നത്. ആ രക്ഷയെ സ്വീകരിക്കാത്ത എല്ലാവരും പുറത്ത് തന്നെ. ഉദാഹരണം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, അവന് വെറുതെ കൈനീട്ടിയാൽ മതി, അത് കിട്ടും. പക്ഷെ അവൻ സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ സൗജന്യമായ ആ രക്ഷ സ്വീകരിക്കാത്ത ഏവരും പുറത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഈ നീതിൻ്റെ വസ്ത്രമില്ലാത്തവരെല്ലാം വെളിയിലായിരിക്കും. വില കൊടുക്കണ്ട, ചെന്നാൽ മതി, സമ്മതിച്ചാൽ മതി. പാപിയാണ്, എനിക്ക് പാപത്തിൻ്റെ ബന്ധനം അഴിയണം, എൻ്റെ പാപം എനിക്ക് കിട്ടണം, എനിക്ക് നീതിൻ്റെ വസ്ത്രം വേണം, എനിക്ക് ആത്മാവിൻ്റെ ആരാധന വേണം, എനിക്ക് ദൈവമായിട്ട് ബന്ധം വേണം, എനിക്ക് യേശുക്രിസ്തുവിനോടൊരു സ്നേഹം വേണം, ഒരു കടപ്പാടും നന്ദിയും സ്നേഹവും കടപ്പാടും കൊണ്ട് അവൻ്റെ വേലക്കാരനായിട്ട് എനിക്ക് ജീവിക്കണം. അതിന് മനസ്സല്ല. സൗജന്യമായി കിട്ടുന്നതൊക്കെ സ്വീകരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ മനുഷ്യൻ സൗജന്യമായിട്ട് വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അഹങ്കാരം മനസ്സല്ലേ? കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഈ നീതീകരണം പ്രാപിക്കാത്ത, ഈ ശുദ്ധീകരണം പ്രാപിക്കാത്ത, നീതിയുടെ വസ്ത്രം ധരിക്കാത്ത, കർത്താവിൻ്റെ ആത്മാവ് കഴിവെടുപ്പാക്കാത്ത ഏവനും പുറത്ത് തന്നെ. വലിയൊരു നിലവിളി വരാൻ പോകും ആ സമയത്ത്. രണ്ടാമത്തെ ഉദാഹരണമാണ് പറയുന്നത്. മത്തായി 25:30 വാക്യത്തിനകത്ത് കണക്ക് തീർക്കുന്ന ഒരു ആളിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ തൻ്റെ ദാസന്മാർക്ക് 1 താലന്ത്, 2 താലന്ത്, 5 താലന്ത് കൊടുത്തു. ദീർഘനാൾ കഴിഞ്ഞിട്ട് യജമാനൻ കണക്ക് വന്നപ്പോൾ കണക്ക് തീർന്നവരുമായിട്ട് കണക്ക് തീർത്തു. 5 കിട്ടിയവൻ 10 ആക്കി, 2 കിട്ടിയവൻ 4 ആക്കി. 1 താലന്ത് കൊടുത്തവൻ എന്ത് ചെയ്തു? അവൻ ആ താലന്ത് തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. അവൻ കളഞ്ഞില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അതൊരു വലിയ കാര്യമല്ലേ? താലന്ത് ബിസിനസ് നടത്തി നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ ഇവന് അതൊന്നും കാണിച്ചില്ല. അവൻ ആ റിസ്ക് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് അവൻ സൂക്ഷിച്ചു വെച്ചു. യജമാനൻ വന്ന് ഇന്ന് അതിനെ എടുത്തു. അവൻ ദൈവത്തെ കുറ്റം ചാരി. അവനും അധ്വാനിക്കാനൊന്നും മനസ്സില്ല. അവൻ ദൈവത്തോട് സ്നേഹമൊന്നുമില്ല, കൂറൊന്നുമില്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള താല്പര്യമില്ല. എന്താണ് ഈ താലെന്ന് പറയുന്ന? പരിശുദ്ധാത്മാവാണ്. മാനസാന്തരപ്പെടുന്ന ഏത് മനുഷ്യനും ദൈവം സൗജന്യമായി കൊടുക്കുന്ന തൻ്റെ ആത്മാവിനെയാണ്, തൻ്റെ സ്വഭാവമാണ്, പിതാവുമായിട്ടുള്ള ബന്ധമാണ്, പാപത്തിൻ്റെ മേലുള്ള ജയമാണ്, പിശാച് തൊടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ദൈവം അവന് കൊടുക്കുന്നത്. അവൻ അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. അവൻ പിന്നെ പഴയപോലെ തന്നെ ജീവിച്ചു. ഒരു കാര്യം മാത്രം, അവൻ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. ഒരു ചെറിയ വെളിച്ചമുണ്ടെങ്കിലും സ്വർഗത്തിൽ പോകാമെന്ന് ധരിക്കുന്ന അനേകരുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പറയുന്നത് ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് പോയിക്കൊള്ളാനാണ് പറയുന്നത്. ചിലർക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പ്രാധാന്യം, 1 താലന്ത് അവന് കളഞ്ഞില്ല എന്നുള്ളതല്ല, അവൻ്റെ മനോഭാവമാണ് ഇവിടെ പ്രശ്നം. മത്തായി 25 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മനോഭാവം നോക്കി, യജമാനുള്ളവൻ്റെ മനോഭാവം നോക്കി. നീ വലിയ ക്രൂര മനുഷ്യനാ, എന്നെ കൊണ്ട് വേല ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്രയോജനം നീ എടുക്കുന്നു. പറഞ്ഞ സത്യമല്ലേ? എൻ്റെ പ്രിയ, ഇവിടെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത് എന്താണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്ക് പറയില്ല. ഒരു മനുഷ്യനും ആഴക്കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റാത്ത എൻ്റെ ആത്മാവിനെ
സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ഇല്ലാത്ത എൻ്റെ ആത്മാവിനെ തകർന്നു പോയ യൗവന ജീവിതത്തിൽ നിന്ന് പൊക്കിയെടുത്ത് എനിക്ക് സമാധാനം തന്ന് സ്വർഗരാജ്യത്തിൻ്റെ ആ പദവി എനിക്ക് തന്ന ആ ദൈവത്തുള്ള നന്ദിയും കടപ്പാടിന് മുമ്പിൽ കണക്ക് ചോദിക്കൂ. ഇവനൊന്നും അറിയാൻ പാടില്ല. മാനസാന്തരപ്പെട്ടവനാണ്, അനുസ്നേഹം ലഭിച്ചവനാണ്. പക്ഷെ അവൻ്റെ ഹൃദയം ഇപ്പോഴും പഴയ തന്നെയാണ്. കർത്താവേ, എനിക്കിങ്ങനത്തെ കഠിന ഹൃദയമുണ്ട്, കുറ്റം വിധിക്കുന്ന ഹൃദയമുണ്ട്, നന്മ ചെയ്യുന്നവരോട് പോലും അവിടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഒരിക്കലും എനിക്ക് സ്വർഗരാജ്യം ലഭിക്കാൻ കാര്യം വിളക്ക് കത്തുന്നുണ്ടായിരിക്കാം, ഒരു താലന്തുണ്ടല്ലോ, ആ ഒരു താലന്ത് അവൻ സൂക്ഷിച്ചല്ലോ, വർദ്ധിപ്പിച്ചില്ലെന്നുള്ള ഒരൊറ്റ കുഴപ്പമാണ് അവിടെ. അതിൻ്റെ കാരണം എന്താണ്? അവന് നന്ദിയും സ്നേഹവും കടപ്പാടുമില്ല. ദൈവത്തോട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ദൈവത്തോടും അല്ല നന്ദിയോ കടപ്പാടോ വല്ലതും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. യേശുവിനോട് നന്ദിയോ കടപ്പാടോ സ്നേഹമോ, ആ സ്നേഹത്തെ പ്രതി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നോ, എൻ്റെ ഹൃദയം അവൻ്റെ ആലയമാണെന്നോ, അവന് വസിക്കാനുള്ള എൻ്റെ ഹൃദയം അവന് വേണ്ടി ഞാൻ വേർതിരിക്കുകയാണെന്നോ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അതിനകത്ത് വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു ചെറിയ വെളിച്ചത്തിൽ ഞാനങ്ങ് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പല ദൈവസേനയിൽ വന്ന് പല ഡിമാൻഡ് പറയുന്നവരുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗസൗഖ്യം ചെയ്തു, നിൻ്റെ വേല ഒത്തിരി ചെയ്തു. അവരോട് കർത്താവ് പറയുന്നുണ്ട്, അധർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾ ഞാനുമായിട്ട് ബന്ധമില്ല. വേല ചെയ്യുമ്പോഴും പാപമുണ്ടെങ്കിൽ ആ വേല ദൈവം അംഗീകരിക്കത്തില്ല. വളരെ കൃത്യമാണ്. വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യത്തോടെ വേല ചെയ്യണമെങ്കിൽ നമ്മളിൽ നിന്ന് പാപം മാറിയേ പറ്റുള്ളൂ. നമ്മുടെ അവകാശവാദങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം അത് അംഗീകരിക്കത്തില്ല. ഏറ്റവും അവസാനത്തെ കാര്യമാണ് 10 കന്യകമാരുടെ ഉപമ. അതിനകത്ത് 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും എന്ന് പറയുന്നുണ്ട്. ശരി, എന്താണ് അവരുടെ പ്രശ്നം? മണവാളം വന്നപ്പോൾ വിളക്ക് കെട്ടുപോയി. ഇതേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയെല്ലാം കൊള്ളാം. ലോക മനുഷ്യരുടെ മുമ്പിൽ അവർ തനി ആത്മീയത തന്നെയാണ്. പക്ഷെ ദൈവസേനയെ നോക്കുമ്പോൾ യജമാനം വന്നപ്പോൾ വിളക്ക് കത്തുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാണ് പറഞ്ഞത്. എത്ര കർശനമാണ് പ്രിയരെ, അറിയുന്നില്ലെന്ന്. അപ്പം ഇത്രണ്ട കാലമൊക്കെ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്ത്? ആർക്കു വേണ്ടിയാണ് കാത്തിരുന്നത്? ആർക്കു വേണ്ടിയാണ് വിളക്ക് സമ്പാദിച്ചത്? ആർക്കു വേണ്ടിയാണ് കന്യകുമാരായിട്ട് നിന്നത്? ആർക്കു വേണ്ടിയാണ് ഇത്രയൊക്കെ ത്യാഗം സഹിച്ചത്? ഒന്നിനും ഒരു വിലയില്ല പ്രിയരെ. ആത്മാവ് പ്രകാശത്തോടെ കത്തുന്നുണ്ടോ? കർത്താവ് വരുമ്പോൾ അവനെ സ്വീകരിക്കാനുള്ള ആത്മാവിൻ്റെ ഒരുക്കമുണ്ടോ? ഇതാണ് വിഷയം. വളരെ പേടിപ്പിക്കേണ്ട കാര്യമാണെങ്കിലും പേടി നമുക്ക് ലോകമനുഷ്യനാണെങ്കിൽ ഉണ്ട്. പക്ഷേ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർക്ക് പേടിയില്ല. ഇതൊക്കെ ഭയനിർദ്ദേശമായിട്ട് സ്വീകരിക്കും. ദൈവം നാം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.